അഡൾട്ട് ആണെങ്കിലോ എങ്ങനെയായി അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ അതെങ്ങനെയാണ് അവരെ സ്വാധീനിക്കുന്നത്? തീർച്ചയായിട്ടും റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ച് അവിടെ സമയം കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല. ഒരുപാട് ഫോൺ അഡിക്ഷൻ കാരണമുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്തതുകൊണ്ട് പറയുകയാണ്. അതായത് സംസാരിക്കുന്നില്ല, വീട്ടിലുണ്ട്, ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞ് കൂടെ ഇരിക്കും, വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ഈ ഇടയ്ക്ക് വന്നൊരു കേസിൽ അവധിക്ക് ഉള്ളൊരു ദിവസം ഏതൊരു ഹോളിഡേയിൽ ഹസ്ബൻഡിൻ്റെ ഫോണും കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഏതാണ്ട് 13 hours വെറുതെ സ്ക്രോൾ ചെയ്തത്. ഇന്ന് ലീവാണ്, ഓഫീസിലുള്ള അവേഴ്സ് ഒന്നും അല്ല, ഇതാണ് 13 hours സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് സംസാരിച്ചത് ഒരു 10 minutes 15 minutes, അതും ചായ വേണം, അല്ലെങ്കിൽ ചോറ് വേണം, കറി വേണം, ഇതൊക്കെ മാത്രമേ ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ. വളരെ ആവശ്യമായിട്ട് ഇത്രമേൽ നെസസറി ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ, അല്ലാതെ ഒന്നും ഞങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പക്ഷേ ആളെപ്പോഴും ഫോണിലാണ് എന്ന് പറയുന്നുണ്ട്. ആൾ പറഞ്ഞു ആരോട് ഞാൻ ചാറ്റൊന്നും ചെയ്യുന്നില്ല, അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടിലൊന്നും ഞാൻ വീണ് പോയിട്ടില്ല, പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു. പക്ഷേ ആൾക്ക് ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ്. എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അഡൾട്ട് ആണെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരും, വർക്കിലൊക്കെയുള്ള പെർഫോമൻസ് വളരെയധികം കുറയുകയും ചെയ്യും. ഇനി ഈ പറഞ്ഞ അഡൾട്ട് മാത്രമാണോ, നമ്മുടെ സീനിയർ സിറ്റിസൺ ഉണ്ട്, അവർക്കെങ്ങനെയാണ് ഈ എക്സസീവ് സ്ക്രോളിംഗ് ബാധിക്കുക? ഡീപ്പായിട്ടുള്ള ലോൺലിനെസ്സിലേക്കാണ് അവർ ചെന്ന് വീഴുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള ഏജ് ഗ്രൂപ്പിനെ ഈ പറയുന്ന സ്മാർട്ട് ഫോൺ അഡിക്ഷൻ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നതാണ് കാര്യമെന്നുള്ളതും ഇത്ര അവേഴ്സാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ആൾക്ക് അതിൽ നിന്നൊന്ന് റിക്കവർ ആകാൻ പറ്റുന്നില്ല, ആൾ അറിയുന്ന പോലുമില്ല, വൈഫിനോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രമാത്രം കമ്മ്യൂണിക്കേഷൻ കുറവാണ് എനിക്ക് എന്നൊന്നുള്ള കാര്യം ആൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് പറഞ്ഞ് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ സ്മാർട്ട് ഫോണിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് കൊണ്ട് ആൾ ആ സജഷൻസ് ഒക്കെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് അത് മാറി വന്നത്. പിന്നെ വേറൊരു വ്യക്തി, അത് എന്താ പറയണ്ടേ, ആങ്സൈറ്റി ആണ് എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നൊരു കേസാണ്. ആങ്സൈറ്റി ആണ് പ്രോബ്ലം, അത് കാരണം എനിക്കൊന്നും പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഉറങ്ങാൻ പോകുന്ന സമയത്ത് പോലും വളരെ, അതായത് ലേറ്റ് നൈറ്റ് ആയാൽ പോലും ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നൊരു ശീലമുണ്ട്. ഫോണിൽ തന്നെയാണല്ലോ ഇമെയിൽസ് ഉള്ളത്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഉറക്കക്കുറവൊക്കെ ഇങ്ങനെ പതിവായി വന്നിട്ടാണ് അദ്ദേഹത്തിന് ഉത്കണ്ഠയൊക്കെ വളരെയധികം കൂടുന്നത്, ആങ്സൈറ്റി ഒക്കെ കൂടുന്നത്. നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെക്കണം എന്ന് പറയും. അത് ആങ്സൈറ്റിയും ഡിപ്രഷനും തുടങ്ങി എല്ലാ രീതിയിലും നമ്മുടെ സ്ലീപ്ലെസ് നൈറ്റൊന്നും ഇല്ലാത്ത രീതിയിലേക്കൊക്കെ ആക്കി മാറ്റാനായിട്ട് സഹായിക്കും. ബ്ലൂ റേസ് ഉണ്ടല്ലോ ഫോണിൽ നിന്ന് വരുന്നത്, മെലാറ്റോണിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറയ്ക്കും. നമ്മുടെ സ്ലീപ്പ് ഹോർമോണിനെയാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ കുറയ്ക്കാനുള്ള കാരണമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫോണൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സ് ഉണ്ടല്ലോ, അത് ഇത്ര അവേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷവും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ്ലൈൻ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്തോളൂ, അല്ലാതെ വീണ്ടും ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. വളരെ മാജിക്കൽ എഫക്റ്റ് തരുന്ന അവേഴ്സാണ് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് ആദ്യത്തെ 1 മണിക്കൂറും രാത്രി ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയവും, അതിൻ്റെ ഒരു ആദ്യത്തെ 1 മണിക്കൂറുണ്ടല്ലോ, ആ ഒരു സമയവും വളരെ നല്ല രീതിയിൽ തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വളരെ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് മാറുന്നത് ആ സമയത്താണ്. അതിൽ നിന്ന് വരുന്ന ബ്ലൂ റേസ് ഒക്കെ അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും, ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നമ്മൾക്ക് വേണ്ടത് ഒരു ഫോണിൻ്റെ ഫ്രീ സോൺ നമുക്ക് വേണം. ഡിജിറ്റൽ ഡീടോക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, അതൊരു മിനി വേർഷൻ തന്നെയാണ്. ഒരു വൺ ഓഫ് ദ ടിപ്പാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. വൺ ഓഫ് ദ ടിപ്സ് ആണ് നമ്മുടെ ഡിജിറ്റൽ ഡീടോക്സ്. പലരും കേട്ടിട്ടുണ്ട് ഡിജിറ്റൽ ഡീടോക്സ് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ. നമ്മളൊരു രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഫോൺ യൂസ് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഓഫ്ലൈനിൽ ഫോൺ ഇട്ടു ഏതെങ്കിലും ഭരണിക്കകത്തെങ്കിലും കൊണ്ടങ്ങ് അടച്ചിടുക എന്ന് പറയാം. കാരണം ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡിജിറ്റൽ ഡീടോക്സ് ചെയ്യുക. അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് കുറച്ചും കൂടി ചിന്തിക്കാനൊക്കെയുള്ള കാരണമായിട്ട് മാറും. നിങ്ങൾക്ക്
കുറച്ചൊന്ന് റിഫ്രഷ്ഡ് ആവണ്ടേ? അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് തോന്നിയാലും ഇന്ന് വലിയൊരു ആശാനുണ്ട്, ChatGPT. നമ്മൾ പോയിട്ട് ടൈപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ചിന്തിക്കുകയും വേണ്ട, എഴുതുകയും വേണ്ട, ഒന്നും വേണ്ട. മുമ്പ് Google ആയിരുന്നു, ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും ChatGPTയിലേക്കൊക്കെ ആയി അല്ലേ? അപ്പോൾ അവിടെയെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന തരത്തിൽ നമ്മൾ പോയിട്ട് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ചിന്താശേഷി മികച്ചതാക്കാനും അതുപോലെ തന്നെ നിങ്ങളെ ഈ പറയുന്ന ബ്ലൂ റേസിൽ നിന്നൊക്കെ രക്ഷിക്കാനും നിങ്ങൾക്ക് കുടുംബവുമായിട്ട് ഒന്ന് കൂടുമ്പോൾ ഇമ്പം കിട്ടുന്ന ഒരിടമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബവുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഫോൺ ഫ്രീ സോൺ എന്ന് പറയും. ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. ഫോൺ ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ ഫോണിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. എങ്ങനെയാണ് സാമ്പാർ കഴിക്കേണ്ടത്, എങ്ങനെയാണ് അവിയൽ കഴിക്കേണ്ടത്, എങ്ങനെ നമ്മൾ ചോറ് കഴിക്കണം, അതിന് നമ്മൾ ഏത് രീതിയിലാണ് ഉരുളയാക്കിയിട്ടാണോ കഴിക്കേണ്ടത്, ഇതൊന്നും നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ല. ഇനി അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു കറി കഴിക്കാൻ പാടുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവർ പറഞ്ഞു തരും അല്ലേ? അപ്പോൾ ഈ ഡൈനിങ് ടേബിളിലൊന്നും ഈ പറയുന്ന രീതിയിൽ ഫോണിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല. ഇനി അവിടെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് വേണം, അവിടെയും വീഡിയോസ് കണ്ടിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ട്. ഒരു കയ്യിൽ ഫോണ്, അടുത്ത കയ്യിൽ ഫുഡ്, ഇങ്ങനെയാണ് പലരും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഈ പറയുന്ന ഫോണിൻ്റെ ആവശ്യമില്ല, അതങ്ങോട്ട് മാറ്റി തന്നെ വെക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡൈനിങ് ടേബിൾ, ബെഡ്റൂം, ഉറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണിൻ്റെ ആവശ്യമില്ല അല്ലേ? ഉറങ്ങാൻ എന്തിനാണ് ഫോണ്? അത് സ്ക്രോൾ ചെയ്താലേ നമുക്ക് ഉറക്കം വരുള്ളൂ എന്നുള്ളതൊക്കെ നമ്മുടെ ശീലമാണ്. അത് തെറ്റായ ശീലമാണ്, നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് ഈ പറയുന്ന ഫോൺ ഉപയോഗിച്ചു കൊണ്ടുള്ള ഉറക്കം എന്നൊക്കെ പറയുന്നത്. അത് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ഹോബീസും ഓഫ്ലൈൻ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ഹോബീസ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ വരും? അതിൽ റീഡിങ് വരും, ഗാർഡനിങ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ സ്ക്രോൾ ചെയ്താലേ ഉറങ്ങാൻ പറ്റൂന്നൊന്നുമില്ല. നല്ല പുസ്തകങ്ങൾ വായിക്കുക, വീണ്ടും പഴയ നമ്മുടെ ആ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോവുക. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഹോളിഡേ കിട്ടുന്ന സമയത്ത് ഫോണിനുള്ളിലുള്ള സിനിമ കാണുന്ന ശീലം മാറ്റിയിട്ട് കുറച്ചൊന്ന് ഗാർഡനിങ് ചെയ്യുക. ഇനി അതിനുള്ള സ്ഥലമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് ഒരുപാടുണ്ടെന്ന് കിട്ടും അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് പരിപാലിക്കുക. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനൊക്കെ മാറ്റാൻ പറ്റും. നമ്മൾ ഒരിടത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പാണ് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ഒരു വ്യക്തിയോട് നമുക്ക് ചോദിക്കാം, ചേട്ടാ എങ്ങോട്ടാണ് പോകണ്ടേ, ഇവിടെ നിന്ന് ഇങ്ങനെ വലത് തിരിയണം എന്നാണോ? അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുക, നമുക്ക് വ്യക്തമായ രീതിയിൽ വഴി പറഞ്ഞു തരും. വഴി ചോദിക്കാനൊക്കെ ആൾക്കാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക. അവിടെയൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കാം അല്ലേ? എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ ChatGPTയോട് ചോദിക്കുന്നതോ ഒക്കെ മാറ്റിയിട്ട് മുതിർന്നവരോട് അല്ലെങ്കിൽ അധ്യാപകരോടൊക്കെ ചോദിക്കുക. നമ്മൾ പറയുന്ന ലൈബ്രറിയൊക്കെ ഉണ്ട്, പണ്ടൊക്കെ എല്ലാവർക്കും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോഴ്സ്. അപ്പോൾ ലൈബ്രറിയിലൊക്കെ പോവുക, കൂടുതലായിട്ട് നമ്മൾ എന്താണ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുക, മറ്റ് മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടിയതിന് ശേഷം ആളുകളെ ഒരു പരിചയവും ഇല്ലാത്തതായി മാറിയിട്ടുണ്ട്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സർക്കിളിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഒന്ന് സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അവരുടെ മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി ഇതെല്ലാം വളരെ വളരെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും വഴിമാറി സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. സ്മാർട്ട് ഫോൺ എന്നത് മനുഷ്യൻ്റെ ജോലി ഭാരത്തെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തെ കൂടുതൽ സുഗമമാക്കുന്നതിനും വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു സാധനമാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ അടിമകളായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. ഒരു സ്ക്രീനേജിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സാധാരണ ഉപയോഗം എന്നുള്ളതിൽ നിന്ന് നമ്മളെന്താണ് അഡിക്ഷൻ എന്ന് പറയുന്ന പാറ്റേൺ ഉണ്ടോ എന്നുള്ളത് വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഈ പറയുന്ന അഡിക്ഷനാണ് തന്നിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങളെങ്കിലും ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ആ അഡിക്ഷനിൽ നിന്ന് മാറുക. സ്മാർട്ട് ഫോണിനെ നിങ്ങളുടെ ജീവിതത്തെ സുഗമമാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം കാണുക. അല്ലാതെ സ്മാർട്ട് ഫോണാണ് ജീവിതം എന്ന് കരുതി ജീവിക്കാതിരിക്കുക. അത് കാരണം നിങ്ങൾക്കുണ്ടാകുന്ന വിവിധ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തമായ രീതിയിൽ തന്നെ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്താണ് എന്നും അതിൻ്റെ ഉപയോഗം എത്രമാത്രമാണ് എന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ആണെങ്കിൽ നമ്മുടെ ജീവിതം ഏത് രീതിയിലാണ് നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന റിഫ്ലക്ഷനും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്നൊരു പ്രതീക്ഷയുമുണ്ട് കേട്ടോ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു നീഡ് തന്നെയാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ 1 മണിക്കൂറെങ്കിലും, ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് ശീലങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയൂ. ഒരു മണിക്കൂറത്തേക്ക് തുടങ്ങാൻ വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും ഡിജിറ്റൽ ഡീടോക്സ് ചെയ്തുകൊണ്ട് ആരംഭിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ജീവിതത്തെ ലഹരിയായി കണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. മാനസികാരോഗ്യം ഏവരുടെയും അവകാശവുമാണ്, ഉത്തരവാദിത്വവുമാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. സ്പന്ദനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.